എല്ലാവർക്കും നമസ്കാരം. എൻ്റെ മറ്റൊരു വീഡിയോയിലേക്ക് എല്ലാവരെയും വളരെ സ്നേഹത്തോടു കൂടി സ്വാഗതം ചെയ്യാണ്. ഇന്ന് കണ്ണൂർ ജില്ലയിലെ മുയ്യം എന്ന ഗ്രാമത്തിലാണ് ഞാൻ നിൽക്കുന്നത്. ഇവിടുത്തെ നാടിൻ്റെ പ്രത്യേകത, അതായത് കഴിഞ്ഞ ഒരാഴ്ചയായിട്ട് ഇവിടെ ഒരു കൊയ്ത്തുത്സവം നടക്കുകയാണ്. അപ്പോൾ എനിക്ക് തോന്നുന്നു ഇന്നത്തെ തലമുറ, അതായത് നമ്മുടെ മക്കളും കൊച്ചുമക്കളൊക്കെ ചോറ് കഴിക്കുന്ന അല്ലെങ്കിൽ എന്താണ് നെല്ല് എന്ന് ഒരുപക്ഷെ അവർ കണ്ടിട്ടുണ്ടാവില്ല. ഒരുപക്ഷെ അവർക്കൊക്കെ വേണ്ടിയിട്ടാണ് ഞാൻ ഈ ഒരു വീഡിയോ ചെയ്യുന്നത്. അപ്പോൾ തീർച്ചയായിട്ടും എല്ലാവരും, അതായത് ഇന്നത്തെ ന്യൂ ജനറേഷൻ മക്കളെ അടക്കം ഈ വീഡിയോ കാണണം. നിങ്ങൾക്ക് ഒരുപാട് കാര്യങ്ങൾ ഇതിലൂടെ മനസ്സിലാക്കാനുണ്ട്. നമ്മൾ കഴിക്കുന്ന ഭക്ഷണത്തെക്കുറിച്ചും ഈ നാട്ടിലെ ജനങ്ങളുടെ അഭിപ്രായങ്ങളെക്കുറിച്ചും അതെങ്ങനെയാണ് ഉണ്ടാക്കുന്നത്, അതെങ്ങനെയാണ് നമ്മളിലേക്ക് എത്തിക്കുന്നത് എന്നുള്ള കാര്യത്തെക്കുറിച്ചൊക്കെ അവർ വിശദമായിട്ട് നിങ്ങൾക്ക് പറഞ്ഞു തരും. അപ്പോൾ തീർച്ചയായിട്ടും ഈ വീഡിയോ സ്കിപ്പ് ചെയ്യാതെ കാണണം. ആദ്യമായിട്ടാണ് നിങ്ങൾ ഈ വീഡിയോ കാണുന്നതെങ്കിൽ തീർച്ചയായിട്ടും സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. അപ്പോൾ എല്ലാവരേക്കും എൻ്റെ വീഡിയോയിലേക്ക് വളരെയധികം സ്നേഹത്തോടു കൂടി ഞാൻ സ്വാഗതം ചെയ്യുകയാണ്. ഞാൻ ഇന്നുള്ളത് കണ്ണൂർ ജില്ലയിലെ മുയ്യം എന്ന ഒരു ഗ്രാമത്തിലാണ്. ശരിക്കും പറഞ്ഞാൽ മുയ്യം, വരടൂല്, പള്ളിവയൽ, ഈ നാടിൻ്റെ ഉത്സവം ഇവിടെ നടക്കുകയാണ്. ആ ഉത്സവം എന്താണെന്ന് നിങ്ങളെ കാണിച്ചു തരാൻ വേണ്ടിയാണ് ഞാൻ ഈ ഒരു വീഡിയോ ഒന്ന് ചെയ്തത്. ശരിക്കും പറഞ്ഞാൽ ഇവിടുത്തെ ഒരു സന്തോഷമാണ് കഴിഞ്ഞ ഒരാഴ്ചയായിട്ട് നടന്നുകൊണ്ടിരിക്കുന്നത്. ഏകദേശം ഒരു 2-3 ദിവസത്തിനുള്ളിൽ ഈ ഒരു ഉത്സവം ഇവിടെ തീരാൻ പോവുകയാണ്. ആ ഉത്സവത്തെക്കുറിച്ച് നമുക്ക് തീർച്ചയായിട്ടും ഇതിൻ്റെ നാട്ടുകാരോട് തന്നെ സംസാരിക്കുന്നതായിരിക്കും കുറച്ചുകൂടി നല്ലത്. ഉത്സവം എന്ന് പറഞ്ഞാൽ വേറെ ഒന്നുമല്ല കേട്ടോ, കൊയ്ത്തുത്സവമാണ്. ഇപ്പോൾ കൊയ്ത്ത് ഉത്സവം എന്ന് പറയുമ്പോൾ ഇന്ന് നമ്മുടെ നാട്ടിൽ നിന്ന് അന്യം നിന്ന് പോകുന്ന ഒരു കൃഷിയായി മാറിക്കൊണ്ടിരിക്കുകയാണ് നെൽകൃഷി എന്ന് പറയുന്നത്. അപ്പോൾ അത് വെച്ച് നോക്കുമ്പോൾ മുയ്യം പ്രദേശത്ത് വർഷങ്ങളായിട്ട് ഇവർ തുടർന്നു കൊണ്ടുപോകുന്നതാണ് ഈ ഒരു നെൽവയലും നെൽകൃഷിയും ഇവരുടെ കൂട്ടായ്മയും മതസൗഹാർദ്ദം ഒക്കെ ഇതിലൂടെ നമുക്ക് കാണാൻ വേണ്ടി സാധിക്കും. അപ്പോൾ ഇതിൻ്റെ പാടശേഖര സെക്രട്ടറി കഴിഞ്ഞ കുറേ വർഷങ്ങളായി 25 വർഷമായിട്ട് പുരുഷോട്ടൻ തന്നെയാണ് ഇത് നടത്തിക്കൊണ്ട് പോകുന്നത്. പുരുഷോട്ടനും അതുപോലെ തന്നെ നമ്മുടെ ഒരു മുഹമ്മദ് ഇക്കിയുണ്ട്. അപ്പോൾ അവരുടെ അനുഭവങ്ങൾ കേട്ടതിന് ശേഷം നമുക്ക് ബാക്കിയുള്ള കാര്യത്തിലേക്ക് പോകാം. അപ്പോൾ പുരുഷോട്ടൻ നമസ്കാരമുണ്ട്. എന്തൊക്കെയുണ്ട് വിശേഷങ്ങൾ? നിങ്ങളുടെ വിശേഷങ്ങളൊന്ന് കേൾക്കട്ടെ. ഇപ്പോൾ വിശേഷങ്ങൾ കാർഷിക വിശേഷങ്ങൾ മാത്രമാണ് ഉള്ളത്. അപ്പോൾ അതിനെക്കുറിച്ചൊന്ന് വിശദമാക്കി തരുമോ? നിങ്ങളുടെ പാടശേഖരം, നിങ്ങളുടെ വയൽ, നാട്ടുകാർ, നിങ്ങളുടെ ഉത്സവത്തെക്കുറിച്ചൊന്ന് ഞങ്ങൾക്ക് വിശദമായിട്ടൊന്ന് കേൾക്കാനുള്ള ആഗ്രഹം കൊണ്ടാണ് നിങ്ങളെ കാണാൻ വേണ്ടി വന്നത്. തീർച്ചയായിട്ടും അതിനെക്കുറിച്ചൊന്ന് പറയാം. നമ്മുടെ ഇപ്പം നടക്കുന്നത് നിങ്ങൾ പറഞ്ഞ പോലെ തന്നെ ഒരു ഉത്സവം തന്നെയാണ്. ഏകദേശം 10 ദിവസത്തോളമായി നമ്മൾ കൊയ്ത്ത് തുടങ്ങിയിട്ട് നമ്മൾ ആദ്യം തന്നെ ഒരു ഉത്സവമാക്കി മാറ്റി കഴിഞ്ഞു. അത് പഞ്ചായത്ത് അടിസ്ഥാനത്തിലും കൃഷിഭവൻ മുഖാന്തരം നമ്മളൊരു ഉദ്ഘാടനമൊക്കെ വെച്ച് നല്ല നിലയിൽ നടത്തി കഴിഞ്ഞു. നമ്മൾ ഏകദേശം ഒരു 40 ഹെക്ടറോളം ഒരു കൃഷിസ്ഥലമാണ് നമ്മളെ ഈ മുയ്യം പാടശേഖരത്തിൽ. അപ്പോൾ ഈ പ്രാവശ്യം നമ്മൾ എല്ലാവരും കാർഷിക മേഖലയിൽ നിന്ന് അകന്നു പോകുന്ന ഒരു പ്രവണതയാണ് ഇവിടെ തീർച്ചയായിട്ടും കാണുന്നത്. ആ ഒരു പ്രവണത ഇല്ലാതാക്കുക എന്നുള്ളതാണ് നമ്മളെ പാടശേഖരത്തിൻ്റെ അതുപോലെ തന്നെ പഞ്ചായത്തിൻ്റെയും അതുപോലെ തന്നെ കൃഷിഭവൻ്റെ എല്ലാ നേതൃത്വത്തിലും നമ്മൾ ഉൾപ്പെടുത്തിയും കൊണ്ടത് ഇല്ലാതാക്കുക എന്നുള്ളതാണ് നമ്മളെ ലക്ഷ്യം. ഈ പ്രാവശ്യം നമ്മൾ ഇത് തരിശില്ലാണ്ടാക്കണം എന്നുള്ളൊരു ലക്ഷ്യം വെച്ചുകൊണ്ടാണ് നമ്മൾ ഇറങ്ങിത്തിരിച്ചത്. അപ്പോൾ കുറേ വർഷമായിട്ട് തുടർച്ചയായിട്ട് ചെയ്യുന്നതാണോ, അല്ല ഇടയ്ക്ക് എന്തെങ്കിലും ബ്രേക്ക് വന്നിട്ടുണ്ടോ? നമ്മളിപ്പോൾ ഈ കുറച്ച് ഭാഗം നമ്മൾ കൃഷിസ്ഥലം തരിച്ചിട്ട സ്ഥലമായിരുന്നു. ബാക്കിയെല്ലാം നമ്മൾ കൃഷി ചെയ്യുന്നതും അതുപോലെ തന്നെ പച്ചക്കറി കൃഷി. പച്ചക്കറിനെ പറ്റി നമ്മളൊരു മെച്ചപ്പെട്ട രീതിയിൽ തന്നെ പറയാനുണ്ട്. പച്ചക്കറി എ ഗ്രേഡ് പച്ചക്കറി ക്ലസ്റ്ററാണ്. സംസ്ഥാന തലങ്ങളിലെല്ലാം ജില്ലാ തലങ്ങളിലെല്ലാം ഒരു പേര് കേട്ട ഒരു സ്ഥലമായി മാറിക്കഴിഞ്ഞു നമ്മളെ മുയ്യം എന്നുള്ളതാണ് വഴിയുറപ്പ് പണി. അത് നെല്ലിൻ്റെ കാര്യത്തിലും ഇപ്പം നമ്മളിപ്പം കൂടുതലും നമ്മൾ ചെയ്തു. ഒരുപാട് ആൾക്കാർ നമ്മളെ ഇപ്പം നേരത്തെ പറഞ്ഞതുപോലെ ഒരു മതസൗഹാർദ്ദം തന്നെ നമുക്കിവിടെ പറയാം. എല്ലാ വിഭാഗങ്ങളും ആൾക്കാർ അണിനിരന്നുകൊണ്ടാണ് നമ്മൾ ഈ നെൽകൃഷി മുമ്പോട്ട് കൊണ്ടുപോകുന്നത്. ആരെയും നമ്മൾ ഉറപ്പിക്കാത്ത രീതിയിൽ എല്ലാ ആനുകൂല്യങ്ങളും അവർക്ക് അതാത് സമയം നൽകിക്കൊണ്ടാണ് നമ്മൾ ആ കാർഷിക മേഖല, അത് നെല്ലായാലും പച്ചക്കറി ആയാലും മറ്റു മേഖലയായാലും എല്ലാം നമ്മൾ ചെയ്തു വരുന്നത് ഇതുവരെയും. അതുകൊണ്ട് ഒരു നല്ല ഒരു ജനങ്ങളെ ഇടയിൽ തന്നെ നമുക്ക് നല്ല ഒരു ഇമേജ് നമ്മളെ പാടശേഖരത്തിന് ഉണ്ടെന്നാണ് നമുക്ക് സൂചിപ്പിക്കാൻ പറയാം. പുരുഷോട്ടൻ ഇതിലേക്ക് വന്നിട്ട് ശരിക്കും പാടശേഖര സമിതി അംഗമായിട്ട് കുറേ വർഷമായോ? ഞാനിപ്പോൾ ജനകീയ ആസൂത്രണം വന്നത് മുതൽ നമ്മൾ ഈ പാടശേഖരം വന്നതിന് ശേഷമാണ് നമ്മൾ ഈ പാടശേഖരങ്ങളെല്ലാം രൂപപ്പെടുത്തുന്നത്. അപ്പോൾ അന്ന് മുതലേ അതിൻ്റെ തുടക്കം തന്നെ സെക്രട്ടറി എന്ന നിലയിൽ തന്നെയാണ് ഞാൻ പ്രവർത്തിച്ചിട്ടുള്ളത്. എന്നാൽ ഇപ്പം നമ്മൾ സെക്രട്ടറി പ്രസിഡന്റ് മെമ്പർ എന്ന നിലയിൽ തന്നെ ഇന്നും നിലവിൽ പാടശേഖര സമിതിയിലും അതുപോലെ തന്നെ പച്ചക്കറി ക്ലസ്റ്ററിലും ഉണ്ട്. അപ്പോൾ എല്ലാവരും എൻ്റെ കൂടെ ഉള്ളതും നമുക്കെല്ലാം പ്രചോദനം തരുന്ന ആൾക്കാരാണെന്ന് തോന്നുന്നു. നമ്മളെ ശ്രീധരനുണ്ട്, അതുപോലെ തന്നെ മുഞ്ഞുണ്ട്, അതുപോലെ ഒരുപാട് ആൾക്കാർ നമുക്ക് അത് ഒരു സ്ട്രോങ് ആയ ഒരു കമ്മിറ്റിയാണ് പാടശേഖര സമിതിൻ്റെ. അതുപോലെ തന്നെ എന്ന് പറഞ്ഞാൽ പഞ്ചായത്ത് തലങ്ങളിലും അതുപോലെ തന്നെ കാർഷിക നമ്മുടെ കൃഷി ഭവനുമായി ബന്ധപ്പെട്ടു
എല്ലാ കാര്യങ്ങളിലും നമ്മൾ കൃത്യമായി പങ്കെടുക്കും. അതിൽ കിട്ടുന്ന എന്തെല്ലാം നിർദ്ദേശങ്ങൾ എന്ന് വെച്ചാൽ നമ്മൾ പാടശേഖര സമിതിയിലോ അതുപോലെ തന്നെ പച്ചക്കറി ക്ലസ്റ്ററിലോ എത്തിക്കും. അതിൻ്റെ വിത്തായാലോ വളമായാലോ സമയാസമയം നമ്മൾ എത്തിക്കും. അത് ശാസ്ത്രീയമായ രീതിയിൽ നമ്മൾ കൃഷി വിജ്ഞാന കേന്ദ്രമായിട്ടുള്ള എല്ലാം നമ്മൾ ബന്ധപ്പെട്ടുകൊണ്ട് ആണ് നമ്മൾ പച്ചക്കറിയും ഇതെല്ലാം ചെയ്തു വരുന്നത്. ശരിക്കും പറഞ്ഞാൽ ആധികാരികമായിട്ട് തന്നെ ചെയ്യുന്ന കൃഷിഭവൻ്റെ സപ്പോർട്ടുണ്ട്, പഞ്ചായത്തിൻ്റെ സപ്പോർട്ടും കാര്യങ്ങളൊക്കെ കിട്ടുന്നുണ്ട്. എനിക്ക് ഒന്നുകൂടി ചോദിക്കാനുള്ളത്, ചെറുപ്പക്കാർ അതായത് യുവതലമുറ എങ്ങനെയാണ് കൃഷിയെ സമീപിക്കുന്നത്? അവർക്ക് ഇതിലേക്ക് താല്പര്യമുണ്ടോ? പ്രത്യേകിച്ച് നമ്മുടെ മക്കളും അല്ലെങ്കിൽ കൊച്ചുമക്കളൊക്കെ ഇതിലേക്ക് വരാൻ താല്പര്യം കാണിക്കുന്നുണ്ടോ? അതാണ് പ്രത്യേകിച്ച് നമുക്ക് നമ്മുടെ സമൂഹത്തോട് പറയാനുള്ളത്. അപ്പോൾ അതേക്കുറിച്ചൊന്ന് പുരുഷോട്ടം പറഞ്ഞാൽ കുറച്ചുകൂടി നല്ലതായിരിക്കും. ഇതിപ്പം നമുക്ക് യുവതലമുറകൾ ഈ കാർഷിക മേഖലയിൽ വരുന്നില്ല എന്നുള്ളത് എല്ലാവരും തീർച്ചയായിട്ടും ഇല്ല. അപ്പോൾ നമ്മൾ പ്രോത്സാഹനം ഒരു വർഷം കൊടുക്കുമ്പം അത് രണ്ടാമത്തെ വർഷം അവർ പിന്നോട്ട് പോകുന്ന ഒരു സാഹചര്യമാണ് നമുക്കുള്ളത്. എന്തായിരിക്കും പുരുഷോട്ടം അതിന് കാരണം? അതിൻ്റെ കാരണം എന്ന് നമുക്ക് പറയാമെന്ന് വിചാരിച്ചാൽ, ഇന്നിപ്പം നമ്മളെ കുട്ടികൾക്കൊന്നും നമ്മളെ നെല്ലുകുത്തി അരിയുടെ ഭക്ഷണം വേണ്ട. അവരൊക്കെ ലൈറ്റ് ഭക്ഷണമായിട്ടും അതുപോലെ തന്നെ പിന്നെ ഫാസ്റ്റ് ഫുഡും ഇതെല്ലാം അവർ ആഗ്രഹിക്കുന്നത്. അതായത് വീട്ടിലായാലും ഫാസ്റ്റ് ഫുഡാണ് അവർ ആഗ്രഹിക്കുന്നത്. പിന്നെ നമുക്ക് സുലഭമായ അരി കിട്ടുന്നുണ്ട്. അരി വില കുറഞ്ഞ റേഷൻ കടയിൽ നിന്ന് വാങ്ങിക്കഴിഞ്ഞാലും മറ്റു സുലഭമായ അരി കിട്ടുന്നുണ്ട്. കാർഷിക മേഖലയിൽ ചളി വരങ്ങാൻ വേണ്ടി നമ്മളെപ്പോലത്തെ ആൾക്കാരല്ലാതെ കണ്ട് പിന്നെ ഒരാൾക്കാർക്ക് നമ്മൾ ഇതിലേക്ക് വരുന്നില്ല. പിന്നെ അത് കൂടാതെ നമ്മളെ വയൽ നെൽവയൽ എന്ന് പറയുക ഈ പ്രദേശമെല്ലാം നമുക്ക് അട്ട എன்ற ഒരു ശല്യം ഉള്ളത് കൊണ്ട് നമ്മളെ ചെയ്യാൻ താല്പര്യപ്പെടുന്നവരും ഇതിനകത്തേക്ക് ഇറങ്ങി വരുന്നില്ല. ഇപ്പം നമ്മളത് ഇപ്പം തമിഴ്നാട്ടിൽ നിന്നും നമ്മളെ ഇടുന്ന ആൾക്കാർ വരുന്നില്ല. തമിഴ്നാട്ടിൽ നിന്ന് നമ്മളൊരു 10 ടീമിനെ നമ്മൾ കൊണ്ടുവന്നിട്ടാണ് ഈ പ്രാവശ്യം മുഴുവൻ നമ്മൾ നട്ടിട്ടുള്ളത്. ഏകദേശം നമ്മളെ കരപ്രദേശത്തെല്ലാം നമുക്ക് നടാൻ പറ്റും. അവിടെ ഒന്നും നാട്ടുകാരെ ശല്യം ഇതുവരെ ഉണ്ടായിട്ടില്ല. അപ്പോൾ എന്നാലും അതെല്ലാം അതിജീവിച്ചുകൊണ്ട് ഈ പ്രാവശ്യം നമ്മൾ ഒരുപാട് കൃഷി, ഞാനും അതുപോലെ തന്നെ നമ്മളെ പാടശേഖര പ്രസിഡൻറ്റും എല്ലാവരും കൂടിയിട്ട്, പ്രസിഡന്റ് എന്ന് പറഞ്ഞാൽ KP മുഹമ്മദ്, എൻ്റെ അടുത്തിരിക്കുന്നതാണ് KP മുഹമ്മദ്. അപ്പോൾ നമ്മളൊരു ഉത്സാഹത്തോടു കൂടി തന്നെ ഒരു 7 ഏക്കറോളം തരിച്ച് നമ്മൾ ഏറ്റെടുത്ത് നടത്തി. അപ്പോൾ 7 ഏക്കർ തരിച്ച് ഏറ്റെടുത്ത് നടത്തിയപ്പോൾ വലിയ സങ്കടപ്പെട്ടു നമ്മൾ. കാരണം 7 പ്രാവശ്യം തന്നെ വെള്ളം കയറി, നട്ട ഉടനെ തന്നെ വെള്ളം കയറി, ഞാറ്റടിയെല്ലാം കുറേ ഭാഗം നമുക്ക് കാലാവസ്ഥ പ്രശ്നമുണ്ടായിരുന്നു. ഏകദേശം നമ്മളൊരു 10-50,000 രൂപ നമ്മൾ നഷ്ടം വരും എന്നുള്ള ആ ഒരു ഇതിലാണ് പ്രതീക്ഷ ഉണ്ടായിനി. അപ്പോൾ ഇവിടെ വന്ന് കൊയ്യാൻ നോക്കുമ്പോൾ കുറച്ച് സന്തോഷം കണ്ടു. അപ്പോൾ കുറച്ച് നല്ല നെല്ലായിട്ട് കണ്ടു കുറച്ച് ഭാഗം. എന്നിരുന്നാലും മേക്കപ്പ് ചെയ്തിട്ട് പോകാൻ കഴിയുന്നില്ല ഒരു ശുഭാപ്തി വിശ്വാസം ഞാനുണ്ട്. ഒരുപാട് സന്തോഷം പുരുഷേട്ടാ പരിചയപ്പെടാൻ പറ്റിയതിൽ. അപ്പോൾ നമുക്ക് പ്രസിഡന്റിനെ കൂടി ഒന്ന് പരിചയപ്പെടാം. എന്തൊക്കെയാണ് ഇക്കയുടെ വിശേഷങ്ങളും അനുഭവങ്ങളൊക്കെ ഒന്ന് പങ്കുവെക്കാം ഞങ്ങളുടെ അടുത്ത്. എൻ്റെ കുടുംബം എന്നത് പരമ്പരാഗത ഒരു കൃഷി കുടുംബമായിരുന്നു. എൻ്റെ ബാപ്പയും എല്ലാവരും പരമ്പരാഗതമായിട്ട് കൃഷിയുമായിട്ട് ബന്ധപ്പെട്ട് ജീവിച്ചു പോകുന്ന ഒരു കുടുംബം. അതിൻ്റെ ഭാഗമായിട്ടാണ് ഈ രംഗത്തൊക്കെ കടന്നു വന്നത്. അതോടൊപ്പം പൊതു പ്രവർത്തനത്തിൻ്റെ ഭാഗമായിക്കൊണ്ട് ശരിക്കും പറഞ്ഞാൽ നമ്മുടെ കണ്ണൂർ ജില്ലയിലെ കുറുമാത്തൂർ പഞ്ചായത്തിലെ ഒരു പച്ചത്തുരുത്താണ് ഈ മുയ്യം ഗ്രാമം. ഈ പറഞ്ഞ 40ഓളം ഹെക്ടർ സ്ഥലം എന്ന് പറയുന്നത് എല്ലാ കാലത്തും കൃഷികൾ ചെയ്തുകൊണ്ടിരിക്കും. മഴക്കാലത്ത് ഇപ്പോൾ പൂർണ്ണമായിട്ട് ഞങ്ങൾ നെൽകൃഷി ചെയ്തു വരുന്നു. ഇത് ഈ കൊയ്ത്ത് ഉത്സവമാണ്. ഇപ്പോൾ നേരിട്ട് സൂചിപ്പിച്ചു നമ്മൾ ഈ കൊയ്ത്ത് കഴിഞ്ഞാൽ വീണ്ടും തുടങ്ങും പച്ചക്കറിയിലേക്ക്, ഞങ്ങളെല്ലാവരും പച്ചക്കറിയിലേക്ക് പോവുകയാണ്. കണ്ണൂർ ജില്ലയിൽ പ്രധാനപ്പെട്ട ഒരു വേറിട്ട ഒരു പച്ചക്കറി ക്ലസ്റ്ററാണ് നമ്മുടെ മുയ്യം ക്ലസ്റ്റർ. വഴിയോര വിതരണം കേന്ദ്രം പല ഇവിടുത്തെ കാണുന്ന വയലുകൾ അങ്ങനെ മഴക്കാലത്ത് ഈ പ്രദേശത്തെ 100% ആ രീതിയിലേക്ക് കാർഷിക വൃത്തിയായിട്ട് ജനങ്ങൾ മുന്നോട്ട് പോകും. അപ്പോൾ ഒരു കാര്യം ഇക്കോട് ചോദിക്കാനുള്ളത്, ഇപ്പോൾ പുരുഷന്മാർ മാത്രമാണോ സ്ത്രീകളും കൂടി ഇതിലേക്ക് ഇറങ്ങുന്നുണ്ട് എന്നുള്ള കാര്യമാണ്. 100% സ്ത്രീകളും കുടുംബസമേതം. ഇപ്പോൾ നേരത്തെ ഇപ്പോൾ സാധാരണ നമ്മൾ പൊതുവെ പറയാറുണ്ട് യുവാക്കൾ ചെറുപ്പക്കാർ കാർഷിക രംഗത്തേക്ക് വരുന്നില്ല എന്നുള്ളത്. അത് ഒരു ഭാഗത്ത് സത്യമാണെങ്കിലും കുറേയും കൂടെ നമ്മൾ ഇപ്പോൾ പുതിയ മാറ്റങ്ങൾ വരുന്നുണ്ട്. കഴിഞ്ഞ കോവിഡിന് ശേഷം കുറേ മാറ്റങ്ങൾ, പുതിയ തലമുറകൾ ഈ രംഗത്തേക്ക് വരാൻ വേണ്ടി താല്പര്യപ്പെടുന്നുണ്ട്. മറ്റൊന്ന് അതേപോലെ തന്നെ ഈ സർവീസ് രംഗത്ത് നിന്ന് തിരിച്ചു വരുന്നവർ ഇപ്പോൾ അതൊരു പുതിയൊരു മാതൃകയായിട്ട് നമ്മളിപ്പോൾ കാണുകയാണ്. പണ്ട് കാർഷിക മേഖലയിൽ നിന്ന് പ്രവർത്തിച്ച് ജോലിയെല്ലാം കിട്ടി ഒരു നല്ല നിലയിൽ പോയി വീണ്ടും അവർ സർവീസ് രംഗത്ത് തിരിച്ചു വരുമ്പം പഴയ നിലയിലേക്ക് മണ്ണിലേക്ക് തിരിച്ചു വരുന്ന ഒരു പുതിയ കാഴ്ച നമ്മുടെ മേഖലയിൽ സന്തോഷകരമായൊരു കാഴ്ച നമ്മൾ കണ്ടുവരുന്നുണ്ട്. അത് പുതിയൊരു മാതൃകയാണ്, ആവേശമാണ് പുതിയ തലമുറ. ഇത്തവണ ഗ്രാമപഞ്ചായത്ത് ചെങ്ങുമൂന്നിൻ്റെ ഒരു നല്ല കർഷകനായിട്ട് തിരഞ്ഞെടുക്കപ്പെട്ട ഒരുപാട് സന്തോഷം.
അഭിനന്ദനങ്ങൾ. ഓക്കെ. അപ്പം ഇനിയും ഒരുപാട് വർഷം ഇതിൻ്റെ പാടശേഖരത്തിൻ്റെ സെക്രട്ടറി ആയിട്ടും പ്രസിഡൻ്റായിട്ടും തുടരാൻ പറ്റട്ടെ, ഒരുപാട് ജനങ്ങൾ ഇതിലേക്ക് കൊണ്ടുവരാനും പറ്റട്ടെ എന്ന് മാത്രം ആശംസിക്കുന്നു. അപ്പോൾ വീണ്ടും കാണാം. അപ്പോൾ എന്താണ് ശ്രീധരേട്ടൻ്റെ ഒരു അനുഭവം, കാര്യങ്ങളൊക്കെ ഒന്ന് പറയാമോ? എൻ്റെ അനുഭവം എന്ന് പറഞ്ഞത് ഇപ്പോൾ മമ്മഞ്ഞയ്ക്കും പുരുഷോട്ടനും പറഞ്ഞെടുക്കുക ഇവരൊക്കെ തന്നെയാണ് നമ്മുടെയൊക്കെ ഒരു റോൾ മോഡൽ. റോൾ മോഡൽ എന്ന് പറയുന്നത് വെച്ചാൽ അച്ഛനും അമ്മയ്ക്കായിരുന്നു നമ്മുടെ ഒരു ആദ്യകാല കർഷകരും. അവരുടെയൊക്കെ പിന്നാലെ വന്നു ഇപ്പം കൃഷി എന്ന് പറഞ്ഞാൽ ഒരു ഉപജീവന മാർഗം, ഒഴിച്ചുകൂടാൻ പറ്റാത്ത ഒരു നമ്മുടെ ജീവിത ശൈലിയോടും ലയിച്ചു പോയി കൃഷി. ശരിക്കും കൃഷി അങ്ങനെ ലയിച്ചു പോയി. അത് നമ്മുടെ സീസൺ അനുസരിച്ചിട്ട് ഇപ്പം നെല്ല്, ഇനി ഇത് കഴിഞ്ഞാൽ ഈ കൊയ്ത്ത് കഴിഞ്ഞാൽ നമ്മുടെ പച്ചക്കറിയൊക്കെ ആയിട്ട് അങ്ങനെ പോകുന്നു. അപ്പോൾ അത് കൃഷി എന്ന് പറഞ്ഞാൽ നമുക്ക് ഏറ്റവും കൂടുതൽ നമുക്കൊരു ബാക്ക് സപ്പോർട്ട് എന്ന് പറഞ്ഞാൽ നമ്മുടെ ഒരു ബാക്ക് സ്റ്റോൺ എന്ന് പറഞ്ഞാൽ നമുക്ക് കൃഷിഭവൻ്റെ ഒരു സപ്പോർട്ടാണ്. തീർച്ചയായിട്ടും കൃഷിഭവനും കേരള സർക്കാരും മാറി മാറി ഓരോ പദ്ധതികളും ഓരോ സംരംഭങ്ങളും നമുക്ക് വേണ്ടി കർഷകർക്ക് വേണ്ടിയിട്ട് സംരംഭങ്ങളും മുൻകൂട്ടി കരുതൽ ചെയ്യുന്ന ആ കരുതലിനനുസരിച്ചിട്ട് ആ കരുതൽ ബാങ്ക് മുഖാന്തരം കൃഷിഭവൻ നമുക്ക് യഥാസമയം നമുക്ക് വാങ്ങിച്ചെടുക്കും. അത് കൃത്യമായിട്ട് നമ്മൾ ഓരോ ദിവസം ഒരു അപേക്ഷ കൊടുക്കാൻ വിട്ടുപോയാലും അത് കൃഷിഭവൻ്റെ പിന്നെ കൃഷി അസിസ്റ്റന്റുമാർ കൃത്യമായിട്ട് അവർ നമ്മളെ വിളിച്ച് ഇല്ലെങ്കിൽ പാടശേഖരം അതെങ്കിൽ ക്ലസ്റ്റർ ഭാരവാഹികൾ വിളിച്ചിട്ട് ഒരാളെ കൊണ്ടും അത് കൊടുപ്പിക്കേണ്ട ഒരു തയ്യാറെടുപ്പ് അവർ ചെയ്യുന്നുണ്ട്. ഒരു കാര്യം പുരുഷോട്ട് നമ്മുടെ സെക്രട്ടറി നേരത്തെ പറഞ്ഞു, ഇപ്രാവശ്യം ഞങ്ങൾ തമിഴ് നാട്ടിൽ നിന്ന് ആൾക്കാരെ കൊണ്ടുവന്നിട്ടാണ് കൃഷി ചെയ്യാൻ വേണ്ടി ഒരു മുൻതൂക്കം കൊടുത്തതെന്ന് പുരുഷോട്ടൻ പറയേണ്ടത്. അതേക്കുറിച്ച് എന്താണ് ശ്രീധരേട്ടന് പറയാനുള്ളത്? തീർച്ചയായിട്ടും അതൊരു നമ്മളെ സംബന്ധിച്ചിടത്തോളം ഒരു വേദനാജനകമായ ഒരു കാര്യമാണ്. മുയ്യം പാടശേഖരം എന്ന് പറയുന്നത് കുറുമത്തൂർ പഞ്ചായത്തിൻ്റെ ഒരു നട്ടെല്ലും കുറുമത്തൂർ പഞ്ചായത്തിൻ്റെ ഒരു ജൈവ വൈവിധ്യ കേന്ദ്രം കൂടിയാണ് മുയ്യം എന്ന് പറയുന്നത്. എന്ത് ഇട്ട് കഴിഞ്ഞാലും 100% വിളവാണ്. പക്ഷേ ഇവിടെ നമുക്ക് കൃഷി ചെയ്യണമെങ്കിൽ അന്യ സംസ്ഥാനക്കാരെ ആശ്രയിക്കുമെന്ന് പറയുമ്പോൾ മുയ്യക്കാരെ സംബന്ധിച്ചിടത്തോളം നമ്മൾ ഈ ഒരു കാര്യത്തിൽ മാത്രം തല താഴ്ത്തി പോകേണ്ട ഒരു അവസ്ഥ കൂടെ. പക്ഷെ അവരും കൂടി ഇവിടെ വന്നിട്ടില്ല എങ്കിൽ മുയ്യത്ത് ശരിക്കും തരിശന്നെ ആയിരിക്കും പൂർണ്ണമായിട്ടും. ഇനി നമ്മൾ ഇപ്രാവശ്യം ഒരു ആസൂത്രണം ചെയ്യുന്നത് അതുപോലെ സർക്കാരിൻ്റെ പദ്ധതിയിൽ ഉൾപ്പെടുത്തിയിട്ട് തന്നെ ഞങ്ങളും കൃഷിയിലേക്ക് എന്നൊരു മുദ്രാവാക്യം സർക്കാർ കൃഷിയിലേക്ക്. അപ്പോൾ അതുപോലെ തന്നെ അവർ ചെയ്യുന്നത് നമ്മളിനിയിപ്പം യന്ത്രവൽകൃതമായിട്ട് കൃഷി ചെയ്യേണ്ട ഒരു പരിപാടിയാണ്. അപ്പോൾ അത് കാർഷിക കർമ്മസേന, കൃഷിഭവൻ ഇവരൊക്കെ ഉൾപ്പെടുത്തിക്കൊണ്ട് ഞങ്ങൾ അങ്ങനെ ചെയ്യാനുള്ളൊരു ഭാഗം കൂടി നമ്മൾ നോക്കുന്നുണ്ട്. അതുകൂടി ആയിക്കഴിഞ്ഞാൽ നമുക്കിവിടെ പൂർണ്ണമായിട്ടും തരിശുരഹിതമായിട്ടൊരു പാടായിട്ട് മാറും. അപ്പം നമുക്ക് പിന്നെ കൃഷി നമ്മളെ സംബന്ധിച്ചിടത്തോളം നമുക്കൊരു ഉപജീവന മാർഗം കൂടിയാണ് ഇവിടെ കിട്ടുന്നത്. തീർച്ചയായിട്ടും. അപ്പം ഇതൊക്കെയാണ് മുയ്യം പ്രദേശത്തെ കൊയ്ത്തുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ പറയാനുള്ളത്. അപ്പോൾ ഇത് കഴിഞ്ഞപാട് നിങ്ങൾ മഴ നിൽക്കുന്ന സമയത്ത് പച്ചക്കറി ചെയ്യുന്ന പറഞ്ഞാൽ പച്ചക്കറി എന്നാണ് നമ്മുടെ സംസ്ഥാന തലത്തിൽ തന്നെ അറിയപ്പെടുന്ന ഒരു കൃഷി ഇടമാണ് മുയ്യം. ഈ മുയ്യത്തിലെ തന്നെ ഒരു വ്യത്യസ്ത രീതിയിലുള്ള ഒരു വിപണനമാണ് മുയ്യത്ത് നടക്കുന്നത്. കാരണം മട്ടന്നൂർ എയർപോർട്ട് റോഡാണ് മുയ്യം റോഡ് എന്ന് പറയുന്നത്. അപ്പോൾ ഇവിടെ ഉണ്ടാക്കുന്ന ഉൽപ്പന്നങ്ങൾ മാർക്കറ്റിലേക്ക് കൊടുക്കത്തില്ല. കൊടുക്കുന്നതല്ല, മാർക്കറ്റ് റേറ്റ് കാണില്ല. ചിലപ്പോൾ മാർക്കറ്റ് നമ്മുടെ ഏറ്റവും അടുത്തുള്ള മാർക്കറ്റ് പച്ചക്കറി മാർക്കറ്റ് എന്ന് പറഞ്ഞാൽ അവർ കൊണ്ടുപോയി കഴിഞ്ഞാൽ അവരവിടുന്ന് അത് ഒരിക്കലും എടുക്കും. പക്ഷെ അവർ 3 വിലയെ തരും. അതോ കൃത്യസമയത്ത് നമുക്ക് കർഷകർക്ക് കൊടുക്കത്തില്ല. അപ്പോൾ ഇവിടെ ആകുമ്പം ഇപ്പം നേരത്തെ നമ്മുടെ വന്ന സെക്രട്ടറി പുരുഷോട്ടനായിരുന്നു ഇവിടെ ഒരു മാതൃകാപരമായിട്ട് ഒരു കുറച്ച് കെട്ട് ചീര റോഡ് കൊണ്ടുവന്നിട്ട് വിൽപ്പന നടത്തി ഒരു വർഷം. അപ്പോൾ അത് കണ്ട് കുറച്ച് ആൾക്കാർ പിന്നെ അത് അയാളുടെ പുരുഷോട്ടൻ്റെ പാത പിന്തുടർന്നു. പിന്നെ നോക്കുമ്പോഴത്തേക്കും എല്ലാ ആൾക്കാരും, അത് ചെറിയ കുട്ടിയുടെ മുയ്യ സ്കൂളിൽ UP സ്കൂളിൽ LP സ്കൂളിൽ പഠിക്കുന്ന കുട്ടികൾ വരെ ഇവിടെ ചീര കൊണ്ടുവന്നിട്ട് വിൽപ്പന നടത്താറുണ്ട്. അപ്പോൾ ഞങ്ങൾ കുറച്ചുള്ള ആൾക്കാർ, ഞങ്ങൾക്കൊരു വാട്സപ്പ് ഗ്രൂപ്പുണ്ട്. ആ ഗ്രൂപ്പിനനുസരിച്ചിട്ട് ആൾക്കാർ ഞങ്ങളുടെ ഗ്രൂപ്പിൽ ഇവിടെ വിത്ത് ഇറക്കുന്ന സമയം ആ ഗ്രൂപ്പിലൊക്കെ ഒന്ന് കൊടുത്താൽ മതി. അപ്പോൾ ആൾക്കാർ വന്നിട്ട് എടുത്തുകൊണ്ട് പോകും. അതായത് നിങ്ങൾ ഉണ്ടാക്കുന്ന വിളവ് നിങ്ങളുടെ വീടുകളിലേക്ക് തന്നെ പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും എടുക്കുകയും അതോടൊപ്പം തന്നെ റോഡിലൂടെ പോകുന്ന ആൾക്കാരെ അല്ലെ വഴിയാത്രക്കാർ എടുക്കുന്ന രീതിയിലേക്ക്, അപ്പം നിങ്ങൾ ഉദ്ദേശിച്ച രീതിയിലുള്ള പൈസ നിങ്ങൾക്ക് കിട്ടുകയും ചെയ്യുന്നുണ്ട്. അതായത് ഞങ്ങളുടെ ഉൽപ്പന്നത്തിന് ഞങ്ങൾ നിശ്ചയിക്കുന്ന വിലയാണ്, മാർക്കറ്റിൽ നിശ്ചയിക്കുന്നതല്ല. ഞങ്ങളുടെ ഉൽപ്പന്നത്തിന് ഞങ്ങൾ നിശ്ചയിക്കുന്ന വിലയാണ് ഞങ്ങളിവിടെ വിപണനം നടത്തുന്നത്. അതുപോലെ പിന്നെ ഏറ്റവും കൂടുതൽ നമുക്ക് രുചികരമായ ഭക്ഷണവും കാര്യങ്ങളൊക്കെ നമുക്ക് ഭക്ഷണം ഉണ്ടാക്കണമെങ്കിൽ ഞങ്ങൾക്ക് ഇവിടുന്ന് ഞങ്ങളുടെ മുയ്യത്ത് തന്നെ വന്നിട്ട് വാങ്ങിക്കാം. അല്പം രാസവളം ഉപയോഗിക്കുന്നുണ്ടെങ്കിലും ഒരിക്കലും ഒരു തുള്ളി പോലും കീടനാശിനി, അതിന് എടുത്തു പറയാണ്, കീടനാശിനി എന്നൊരു സംഭവം ഞങ്ങളിവിടെ ഉപയോഗിക്കില്ല. അങ്ങനെ അറ്റ്ലീസ്റ്റ് ആരെങ്കിലും ഉപയോഗിച്ചിട്ടുണ്ടെങ്കിൽ അവർ നമ്മുടെ ക്ലസ്റ്ററിന് നമ്മുടെ പുറത്താക്കും. യാതൊരുവിധ ആനുകൂല്യത്തിന് അവർ നമ്മൾ
അവർ നമ്മൾ സപ്പോർട്ട് ചെയ്യില്ല, എങ്ങനെയുമില്ല. അതിനാവശ്യമായിട്ടുള്ള സംഭവങ്ങൾ പിന്നെ പച്ചയില കഷായവും കാര്യങ്ങളൊക്കെ ഞങ്ങൾ തന്നെ ഇവിടുന്ന് ഉൽപ്പാദിപ്പിച്ചിട്ട് ആദ്യം കൊടുത്തിട്ടുണ്ടായിരുന്നു. ഇപ്രാവശ്യം ഞങ്ങളത് ചെയ്യാൻ പിന്നെ താല്പര്യപ്പെടുന്നുണ്ട്. അതിലും എടുത്തു പറഞ്ഞ ഒരു കാര്യമുണ്ട്, കൃഷി വിജ്ഞാന കേന്ദ്രം അതുപോലെ ആത്മ ഇവിടേക്ക് ഒരു ട്രെയിനിങ് പരിപാടി ഞങ്ങൾക്ക് ഇവിടെ കിട്ടിയിട്ടുണ്ടായിരുന്നു. കൃഷി വിജ്ഞാന കേന്ദ്രത്തിൻ്റെ ഏത് സമയത്തും ഞങ്ങളുടെ ഒരു ആവശ്യത്തിന് അവരെ വിളിച്ചു കഴിഞ്ഞാൽ അവരോട് നമ്മുടെ വയലിലേക്ക് എത്തും. ജയരാൻ സാർ ഇപ്പോൾ ഇവിടുന്ന് പോയി, ജയരാൻ സാർ ഉള്ള സമയത്ത് ജയരാൻ സാർ വരും. അതുപോലെ ഇപ്പോൾ മഞ്ജു ടീച്ചറും അവരൊക്കെ ഞങ്ങൾ ഇവിടുന്ന് നല്ല സപ്പോർട്ടായിട്ട് അവർ ഞങ്ങൾക്ക് വേണ്ടി നല്ലൊരു എന്താ പറയുക ആത്മാർത്ഥമായിട്ട് സപ്പോർട്ട് ചെയ്യും. ശരിക്കും ഒരു 80% ജൈവ രീതിയിലുള്ള കൃഷി എന്ന് നമുക്ക് വേണമെങ്കിൽ പറയാം. 80-ൽ കൂടുതലായിട്ട് പറയാൻ പറ്റും. ജൈവ രീതി തന്നെയാണ് ചെയ്യുന്നത്. പക്ഷെ എന്ന് വെച്ചാൽ അല്പം ഈ ചില ആൾക്കാർക്കുണ്ട് ഈ ജൈവവളം ഉപയോഗിച്ചാൽ നമുക്ക് വിളവ് കുറഞ്ഞു പോകും. അതായത് ഇത്രയേ ഉള്ളൂ, എത്ര ജൈവവളം കൊടുത്താൽ ഒരു പിടി രാസവളം കൊടുത്താലേ വിളവ് കിട്ടൂ എന്നൊരു കർഷകന്റെ ഒരു സംതൃപ്തിയാണത്. പാരമ്പര്യമായിട്ട് കിട്ടിയതാണ്. കിട്ടിയ ശീലമുള്ള കുറച്ച് ആൾക്കാരാണ്. പക്ഷെ അതിനെ നമുക്ക് മെല്ലെ മെല്ലെ ഒന്ന് തുടച്ചു നീക്കാൻ പറ്റുമെങ്കിൽ ഏറ്റവും നല്ലതാണത്. ജൈവ രീതിയിലേക്ക് പൂർണ്ണമായിട്ടും പോകാൻ പറ്റിയാൽ ഏറ്റവും നല്ലത് അത് തന്നെയാണ്. അപ്പോൾ ആ രീതിയിലേക്കുള്ള കൃഷിയിലേക്ക് നമ്മൾ മാറും. പക്ഷെ അതിന് ഈ രാസവളം അവർ ഉപയോഗിക്കുന്നുണ്ടെങ്കിലും അവർ വലിയ കാഠിന്യമായിട്ട് അവർ ഉപയോഗിക്കുന്നില്ല, കൂടുതലായിട്ട് ഉപയോഗിക്കുന്നില്ല, ചെറിയ തോതിൽ ഉപയോഗിക്കുന്നുള്ളൂ. പക്ഷെ അത് ഉപയോഗിച്ച് കഴിഞ്ഞാൽ എനിക്ക് തോന്നുന്നു അവർക്കൊരു ഉറക്കം കിട്ടും എന്നുള്ളൊരു മനസ്സിൻ്റെ ഒരു സംതൃപ്തി കിട്ടുന്ന രീതിയിൽ അവരങ്ങനെ ചെയ്യുന്നത്. പക്ഷെ എങ്കിലും കുഴപ്പമില്ല, ഒത്തിരി ആൾക്കാർ ജൈവ രീതിയിലേക്ക് തന്നെ മാറിക്കൊണ്ടിരിക്കുന്നുണ്ട്. അതായത് ഏറ്റവും നമുക്കൊരു ആവശ്യം ഈ തമിഴ്നാട്ടിൽ നിന്നൊക്കെ വരുന്നത് ഫുള്ളായിട്ട് കീടനാശിനിയൊക്കെ അടിച്ചിട്ട് അത് നമ്മൾ അവർക്ക് തോട്ടത്തിൽ കണ്ടല്ല പക്ഷികളും കാക്കയും മൈനൊക്കെ ചത്ത് കിടക്കുന്നത്. പക്ഷെ നമ്മളിവിടെ വന്നു കഴിഞ്ഞാൽ നമ്മുടെ തോട്ടത്തിൽ നിന്ന് പക്ഷികളും മൈനകളും അവിടെ കിളി കൂടുതലും ഉണ്ടാവലുണ്ട്. അപ്പോൾ അങ്ങനെ ഒരു കീടനാശിനിയൊക്കെ ഉണ്ടെങ്കിൽ ഒരു പക്ഷി പോലും നമ്മുടെ തോട്ടത്തിൽ വരില്ല, ഒരു വണ്ട് ഉണ്ടാവില്ല, പ്രാണി ഉണ്ടാവില്ല, ഈച്ച ഉണ്ടാവില്ല, ഒന്നും ഉണ്ടാവില്ല. ഇത് തേനീച്ച അടക്കം നമ്മുടെ തോട്ടത്തിലൊക്കെ വരുന്നുണ്ട്. നല്ലൊരു അന്തരീക്ഷം നമുക്ക് തന്നെ അവിടെ പോകുമ്പോൾ നല്ലൊരു അന്തരീക്ഷം, നമുക്ക് നല്ലൊരു മനസ്സിനൊരു കുളിർമ സന്തോഷമൊക്കെയാണ് നമുക്കിവിടെ ഉണ്ടാകുന്നത്. ഏറ്റവും കൂടുതൽ നമുക്ക് എടുത്ത് പറയാനുള്ളത് നമ്മുടെ ഈ വയൽ ഇപ്രാവശ്യം കൊണ്ട് നമ്മുടെ അട്ടയുടെ ഒരു പ്രശ്നം നമുക്ക് കൂടുതലുണ്ട്. അപ്പോൾ അട്ടയെ നമ്മൾ ഇവിടുന്ന് നിർമ്മാർജ്ജനം ചെയ്തു കഴിഞ്ഞാൽ ഇപ്പം നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്ന ഈ വയലിൽ നിന്ന് പൂർണ്ണമായിട്ട് തരിശുരഹിതമാക്കാൻ വേണ്ടി നമുക്ക് സാധിക്കും. അതിനുവേണ്ടി നമ്മൾ ഓരോ പരീക്ഷണാടിസ്ഥാനത്തിൽ ഓരോ കാര്യം ചെയ്യുന്നുണ്ട്. കൃഷി വിജ്ഞാന കേന്ദ്രം കൂടി നമുക്ക് നല്ല സപ്പോർട്ടും കാര്യങ്ങളൊക്കെ ചെയ്യുന്നുണ്ട്. പക്ഷെ അതിന് വേണ്ടിയിട്ടുള്ള തുടച്ചു നീക്കാനുള്ളൊരു മാർഗ്ഗം നമുക്ക് കിട്ടുന്നില്ല. അതിന് വേണ്ടിയിട്ട് നിങ്ങളുടെ ഭാഗത്ത് നിന്ന് ജൈവ രീതിയിൽ എന്തെങ്കിലും നമുക്ക് ചെയ്യാൻ വേണ്ടി സാധിക്കുമെങ്കിൽ ഞങ്ങൾ 2 കൈ നട്ട് സ്വീകരിക്കും. തീർച്ചയായിട്ടും. അപ്പോൾ ഒരുപാട് സന്തോഷം ശ്രീധരേട്ടൻ നിങ്ങളെ പരിചയപ്പെടാൻ പറ്റിയതിലും നിങ്ങളുടെ മുയ്യം പ്രദേശത്തെ ഈ വയലും കാര്യങ്ങളൊക്കെ ഞങ്ങൾക്ക് ഈ കൊയ്ത്തുത്സവത്തിൽ പങ്കെടുക്കാൻ പറ്റിയതിൽ ഒരുപാട് സന്തോഷം. ഇപ്പം മുയ്യം വയലിൻ്റെ പടിഞ്ഞാറ് ഭാഗത്തെ കൊയ്ത്തും ഏകദേശം തീർന്നിട്ടുണ്ട്. അപ്പം കൊയ്ത നെല്ലവർ ചാക്കിലേക്ക് ആക്കുന്നതാണ് ഇപ്പം നിങ്ങൾ കാണുന്നത്. നമുക്ക് അവരോട് കൂടി ചോദിച്ചു നോക്കാം. നമ്മളെ കുഞ്ഞിരാമേട്ടനുണ്ട്, കുഞ്ഞിരാമേട്ടൻ സഹായിക്കാൻ നമ്മുടെ സലാമും കൂടെ ഉണ്ട്. അപ്പോൾ അവരുടെ അനുഭവം കൂടി നമുക്ക് കേൾക്കാം. കുഞ്ഞിരാമേട്ട നമസ്കാരമുണ്ട്. എന്തൊക്കെയുണ്ട് വിശേഷങ്ങളൊന്ന്? സുഖം തന്നെ. കുറച്ച് വർഷമായിട്ട് 2-3 വർഷമായിട്ട് ഇവിടെ കൃഷി ചെയ്യാറില്ലായിരുന്നു. ഇവിടെയൊക്കെ മൊത്തം കാടായിട്ടും വെള്ളമാണ്. ഇവിടെ വേനൽക്കാലം കൂടി ഇതിൽ വെള്ളമായിരുന്നു. അപ്പം 2-3 വർഷമായിട്ട് നമ്മൾ ചെയ്യാറില്ല. പിന്നെ കുറച്ച് പന്നിയുടെ ശല്യമുണ്ട്, പിന്നെ ആൾക്കാരെ കിട്ടാൻ്റെ ബുദ്ധിമുട്ട്. നാട്ടിൽ ആരും ഇതിന് ഇറങ്ങാൻ താല്പര്യമില്ല. അതുകൊണ്ട് ഇപ്രാവശ്യം നമ്മൾ തമിഴ്നാട്ടിൽ നിന്ന് ആളെ വരുത്തിച്ചിട്ട് ചെയ്തു. ലാഭം നഷ്ടം നോക്കുന്നില്ല. ഒരുപാട് ചെലവായി. 2-3 വർഷം ചെയ്യാത്തോണ്ട് ഇവിടെ നിറച്ച് കാടായിരുന്നു. കാടൊക്കെ വയക്കി നല്ല വൃത്തിയാക്കി 3 വർഷത്തിന് ശേഷമാണ് ഇപ്പൊ നമ്മൾ തുടങ്ങിയത്. അപ്പൊ ഇപ്പൊ തിരക്കില്ലാത്ത വിളവ് കിട്ടി എന്നാണ് തോന്നുന്നത്. മഴ ബുദ്ധിമുട്ടാക്കിയെന്ന് പറഞ്ഞാൽ സത്യത്തിൽ ഞാൻ പറയാം, ഞാൻ ഇങ്ങോട്ട് ഇറങ്ങിയിട്ടേ ഇല്ല. കൊയ്ത്ത് കഴിഞ്ഞ് ഞാൻ വളവിടാൻ മാത്രം വന്നായിരുന്നു ഞാൻ തന്നെ. പിന്നെ ചെയ്തത് അത് എല്ലാം തമിഴ്നാട്ടിലെ ജോലിക്കാരായിരുന്നു. പിന്നെ തിരക്കില്ലാത്ത വിളവ് കിട്ടി. പഴയകാല കർഷകൻ തന്നെയാണ് കുഞ്ഞിരാമേട്ടൻ, വർഷങ്ങളായിട്ട് ചെയ്യുന്നത് തന്നെയാണ്. ഞാൻ പഴയകാലം എന്ന് പറഞ്ഞാൽ ഗൾഫിലായിരുന്നു 10-40 വർഷം. ഇപ്പം 10 വർഷമായിട്ട് ഇവിടെ നാട്ടിൽ തന്നെയാണ്. അപ്പോൾ എനിക്ക് പച്ചക്കറി ഉണ്ട്, വീട്ടിലും പരിസരത്തായിട്ട് പച്ചക്കറി ഉണ്ട്. ഭാര്യ കഴിഞ്ഞ വർഷത്തെ അവാർഡ് ഭാര്യക്കായിരുന്നു. എന്തിന്റെ അവാർഡ്? ജൈവ പച്ചക്കറിയാണോ? അല്ല, ജൈവ പച്ചക്കറി തന്നെയായിരുന്നു. എന്താ പേര്? ഭാര്യയുടെ പേര് വസന്ത. അപ്പോൾ നമുക്ക് കൂടെയുള്ള സലാമിനെ കൂടി ഒന്ന് പരിചയപ്പെടാം. സലാമിന്റെ അനുഭവം കൂടി നമുക്ക് കേൾക്കാം. സലാമേ, 1 മിനിറ്റ് ഒന്നിങ്ങ് പിടിച്ചോ.
എന്താണ് കുറെ വർഷങ്ങളായോ കുഞ്ഞിരാമേട്ടനെ സഹായിക്കുന്നത്? അപ്പോൾ സന്തോഷം എന്ന് പറഞ്ഞാൽ ഈ കാർഷികമായ ഒരു പിന്നെ പ്രവൃത്തിയിലേക്ക് എനിക്ക് ഭയങ്കര ഇഷ്ടമുള്ള കാര്യമാണ്. പക്ഷേ നേരത്തെ എനിക്ക് മുന്നേ പറഞ്ഞ രാമേട്ടൻ പല ബുദ്ധിമുട്ടുകൾ ഈ പറഞ്ഞിട്ടുണ്ട് ഇന്നത്തെ സാഹചര്യത്തിൽ. അപ്പോൾ സാഹചര്യത്തിൽ ഒരുപാട് ഇന്നത്തെ തലമുറ ഇതിലേക്ക് വരുന്നില്ല എന്നുള്ളത് പല കാരണത്താലുണ്ട്. ആ കാരണങ്ങളെല്ലാം പിന്നെ എനിക്ക് പ്രശ്നമില്ല എന്നുള്ള രീതിയിലാണ് രാമേട്ടൻ ഈ തയ്യാറുന്നത്. ഇതുവരെയില്ല കുറച്ച് ഇതിനെ കളയാൻ പാടില്ല, ഉപേക്ഷിക്കാൻ പാടില്ല എന്ന് വെച്ചിട്ട് ഇതിനെ ഇങ്ങനെ മുറുക്ക പിടിച്ചുകൊണ്ട് ഇതിനെ എന്തായാലും പിന്നെ വിട്ടുകൊടുക്കില്ല എന്നുള്ള മനോഭാവത്തിലെ ഇതിന് എല്ലാ രീതിയിലും പിന്നെ കൈമൈ പിന്നെ മറന്നുകൊണ്ട് നിൽക്കുന്ന ആൾക്കാരാണ്. അവരെ നമ്മൾ എന്ത് തന്നെ സപ്പോർട്ട് ചെയ്യണം. അപ്പോൾ തീർച്ചയായിട്ടും സലാമിനെ പോലെയുള്ള ചെറുപ്പക്കാരെ ഇതിലേക്ക് കൊണ്ടുവരണം എന്നാണ് എനിക്ക് ആദ്യം സലാമിനോട് പറയാനുള്ളത്. എല്ലാവരുടെ അടുത്തും ഈ ഒരു സന്തോഷം അറിയിക്കുക. തീർച്ചയായിട്ടും നിങ്ങളെ പോലുള്ള ചെറുപ്പക്കാർ ഇനിയും കൃഷിയിലേക്ക് ഇറക്കാനുള്ള എല്ലാ കാര്യങ്ങളും നിങ്ങളുടെ ഭാഗത്ത് നിന്ന് ഉണ്ടാവട്ടെ. ഓക്കെ, എല്ലാവർക്കും അപ്പം നന്ദി, നമസ്കാരം. അപ്പം നമുക്ക് താഴത്തെ വയലിലെ മുറിച്ച് കഴിഞ്ഞു. ഇവരൊക്കെ നെല്ല് വാരി നാട്ടിലേക്ക് ആക്കൽ തിരക്കിലാണ്. നമുക്കൊന്ന് അവരെ പരിചയപ്പെടും. അതിന് ശേഷം പരിപാടി നോക്കാം. നമസ്കാരം, എന്താണ് പേരെന്ന് പറയാം? ഐഷോ, നമ്മള് വയലത്തെ കൊയ്ത്ത് കഴിഞ്ഞ നമ്മൾ ഇതെന്ത് കഴിഞ്ഞില്ല അല്ലെ? ഒന്ന് ഇതിനെ കുറിച്ചൊന്ന് പറയാമോ? ഏത് നെല്ലാണ് ഒരു പറമ്പത്തിട്ട് ഇവിടുത്തെ പാടശേഖരക്കാരൻ പണിയെടുത്തതിന് നട്ടു വന്നു. ശരി, നമ്മളിവിടെ വന്നിട്ടൊന്നുമില്ല. എല്ലാരും പറഞ്ഞ് കണ്ടത്തിൽ ഓരോന്നിന് പോയി. എന്താ ഞാറ് കിട്ടാൻ വെള്ളം കറി ഉണ്ടാവും? ഞാറ് ചെയ്തു പോയി. ഞാനിപ്പോ കൂട്ടിയിട്ട് തന്നെ വെച്ചിട്ട് ഓർമ്മ നട്ടോന്ന്. അതിനൊന്നും പറ്റൂ. കുറെ വർഷമായോ ഉമ്മ ഇതിലേക്ക് ഇറങ്ങി? 20 വർഷമായ. എങ്ങനെയുണ്ട് ഇതിനോടുള്ള ഒരു കഴിഞ്ഞാലും വരെ അങ്ങനെ വലിയ പരാജയമായിട്ടില്ല. പിന്നെ മോശമല്ല, നല്ല മോശം. ഇപ്പൊ ഞാനിപ്പോ ഇതിന് കൊടുത്ത പൈസ പറയാൻ കഴിയില്ല. ഇപ്പൊ 1200 കൊടുത്ത 1500 ഞാൻ മുമ്പേ കൊടുത്തു. ഈ പണിയല്ല, പാനി കൂട്ടിയൊന്നും കൃഷിയില്ല. ഇപ്പം 1200 കൊടുത്തു. ഇതാ നെല്ല് എന്നാ കൊണ്ടുപോകുന്ന. പക്ഷെ എന്നാലും നമുക്ക് വിഷമില്ലാത്ത ഭക്ഷണം കഴിക്കാനോ അതല്ലേ നമ്മുടെ സന്തോഷം. അതാ ഞാൻ പറയാം. അത്രയും എന്നാലും ഞാൻ ഇങ്ങനെ മത്സരിക്കും. ഇപ്പൊ അത് മോനാണെന്ന് പറഞ്ഞ് ഞങ്ങൾ നെല്ലിയെ തട്ടിച്ചാണ് പോയിട്ട് പറയാം. അതിന് കാരണം വെച്ചാല് ഈ വലിച്ചപ്പാടും അല്ലെ എനിക്ക് കൊറേ ഇങ്ങനെ തളർന്നു വയ്യായിരുന്നു. ശരി, ഭക്ഷണമൊന്നും വേണ്ട. വണ്ടി പോവാം. പച്ചക്കറിനാണ് പിടിക്കാൻ പോകും. അതെല്ലാം കഴിയുന്നതാണ്. ആയിക്കോട്ടെ. അപ്പൊ ഇനി ഒരുപാട് വർഷം ഇരിക്കട്ടെ. നമുക്ക് അങ്ങനെ പറയരുത്. എത്ര വയസ്സായി നമുക്ക്? വയസ്സെല്ലാം പറയുമ്പോ നാണം കെട്ടുവോ? അങ്ങനെ പറയാൻ കഴിയില്ല. എന്നാലും പറഞ്ഞോ, ഞങ്ങൾക്കൊന്നും അറിയാണ്ട്. നമ്മളെല്ലാം നമ്മുടെ നാട്ടുകാരല്ലേ. 24 വയസ്സ്. അത്രയല്ലേ ആയുള്ളൂ. അതൊക്കെ ഒരു വയസ്സാന്നോ? അയ്യോ, ഇനി ഇരിക്കട്ടെ ഒരുപാട് ആയുസോട് കൂടി കേട്ടോ. നമുക്ക് അടുത്തൊരാളെ പരിചയപ്പെടാം. ചേച്ചി ഒന്ന് പേര് പറഞ്ഞു ചേച്ചിയുടെ. ജാനകി. ഇങ്ങോട്ട് ഇവിടെ തന്നെ ഒന്ന്. ജാനകി ചേച്ചിയുടെ വീട് അടുത്ത് തന്നെയായോ? കുറെ വർഷമായി. വിളിച്ചോട് പറഞ്ഞ ഞാൻ എല്ലാം എടുക്കണ്ടെന്ന് ഞാൻ വരുന്ന വെള്ളം നെല്ലാം അടഞ്ഞ പിന്നെ കൃഷിയും പശു ഇന്നലെ ഓരോന്നും കൊല്ലം പറഞ്ഞു കഴിയില്ല ചെലവിട്ട് കഴിഞ്ഞ പ്രാവശ്യം ഞാൻ 7000 കൊടുത്തിട്ട് 7 കണ്ടും മുണ്ടവും വാളിഞ്ഞു. എന്നിട്ട് എനിക്ക് ഒന്നും കൊയ്യാൻ പറ്റില്ല. പിന്നെ ചേച്ചി പക്ഷികളിൽ നിന്നോ പിന്നെ കാലവർഷം നമുക്ക് നല്ല നെല്ല് കിട്ടുന്ന സ്ഥലമാണ്. പക്ഷെ കാലവർഷം പ്രതീക്ഷിക്കാത്ത മഴ വന്നില്ലേ അല്ലേ? ഒന്നും കൂടെ നിങ്ങളോട് പറയാൻ വിട്ടുപോയി. വരുന്നുമ്മ ഇതൊന്ന് ചെയ്യാം. അതുകൊണ്ട് കൃഷി ചെയ്യാൻ താല്പര്യമാണ്. എനിക്കും എന്റെ മക്കൾക്കും സപ്പോർട്ടാണ്. സഹായിക്കോ? പറമ്പത്തിലേക്ക് വന്നിട്ട് സഹായിക്കും. മക്കൾ സഹായിക്കുന്നില്ല. പശുവിനെ കൊണ്ട് തരും. അതിന് ഇഷ്ടം ചെയ്യാൻ ഇഷ്ടം. അമ്മക്ക് ഏതായാലും സപ്പോർട്ട് ഉണ്ട്, വീട്ടിൽ നിന്ന് സപ്പോർട്ട് ഉണ്ട്. ഭർത്താവും സപ്പോർട്ടാവും. പറ്റുന്നിടത്തോളം ചെയ്യും. ഇപ്രാവശ്യം പൊതുവെ കഴിഞ്ഞ വർഷത്തിനേക്കാളും കുറവാണ്. പിന്നെ ഞാൻ ഈ വയലിലല്ലാണ്ട് പുറത്ത് വയലിനാണ് ഞാറ് കൊണ്ട് ഇപ്രാവശ്യം ചെയ്യുന്നത്. എനിക്ക് ഇപ്രാവശ്യം പാട് പൈസ ചെലവാണ്. പക്ഷെ അതിന് അന്ന് ആനന്ദില്ല. എല്ലാം കരിച്ചായി മഴ ഉണ്ടാക്കാൻ ചോറ് എങ്ങനെ നല്ല കട്ടിന്റെ ചോറ് എല്ലാ വർഷവും തന്നെയാണ് ചെയ്യുന്നത്? അല്ല, മതി ചെയ്യും. മസൂരി ചെയ്യും, ജയ ചെയ്യും, പിന്നെ ആതിര ചെയ്യും, പിന്നെ കൊല്ലം അതുകൊണ്ട് ശ്രേയസ്. കഴിഞ്ഞ വർഷത്തെ നെല്ല് ബാക്കിയുണ്ടോ? അല്ല, ഇനിയും കുറച്ച് ബാക്കിയുണ്ട്. പിന്നെ നമ്മൾ നല്ല നെല്ല് കിട്ടിയാലും നമുക്ക് കുറച്ച് കൊടുക്കും. പിന്നെ നമ്മൾ ആവശ്യത്തിന് മാത്രമേ. അപ്പൊ പുറത്തുനിന്ന് ശരിക്കും അരി വാങ്ങിക്കേണ്ടി വരുന്നില്ല. റേഷൻ കടയിലായിരിക്കും നമ്മൾ ആവിലും സബ്സിഡിയുടെ അരിയെല്ലാം മാത്രമേ ഉള്ളൂ. ബാക്കിയെല്ലാം നമ്മുടെ നെല്ല് കൊണ്ട് തന്നെ ചെയ്യാൻ പറ്റും.
ആയിക്കോട്ടെ. അപ്പൊ സന്തോഷം എന്തായാലും. നമുക്കിനി രാധേച്ചിനെ ഒന്ന് പരിചയപ്പെടാം. രാധേച്ചി ഞാൻ വന്നപ്പോ തന്നെ ഒന്ന് പരിചയപ്പെട്ടതാണ്. എനിക്ക് ഇവിടെ നിങ്ങൾ രാധേച്ചി എന്തെല്ലാന്ന് വിശേഷങ്ങളൊന്ന് പറഞ്ഞു. ഒന്നുമില്ല. രാധേച്ചി എനിക്കൊന്ന് തൃച്ചംബരത്തിന് ഇവിടെ തൃച്ചംബരത്തിന് ഇവിടെ വന്നതാണ്. വന്നിട്ട് എല്ലാരും കൃഷി ചെയ്യുന്ന കണ്ടേരം എനക്കും ഭയങ്കര ആശ വന്നി കൃഷി വേണമെന്ന്. ഞാൻ 4-5 കട്ടം വാങ്ങിയിട്ട് ഒരു 3-4 കൊല്ലം വലിയ വിഷമമൊന്നും തോന്നിയില്ല. 4-5 മതി ചളിയിലിറങ്ങാൻ. അപ്പൊ അതെല്ലാം കൂടെ കൂലി കൊടുക്കണം എന്ന് കണ്ട കാണിച്ചു കൊടുക്കാനേ പറ്റും. വീട്ടിൽ എങ്ങനെ സപ്പോർട്ടും കാര്യങ്ങളും? വീട്ടിലെല്ലാവരും നിങ്ങള് നമുക്ക് കയ്യാണ്ട് ഇറങ്ങണ്ടാന്ന് ഇപ്പം പറയുന്നു. ഇറങ്ങാൻ കഴിയാത്ത എങ്കിലും അവര് സന്തോഷത്തിന് വേണ്ടി അവരവരെ ഭക്ഷണം നല്ല കഴിച്ചിട്ടേ കഴിക്കാം. നല്ല അരി എങ്ങനെ പൊതുവെ കഴിഞ്ഞ വർഷത്തിനെക്കാൾ കഴിഞ്ഞ പ്രാവശ്യത്തേക്കാണ് വെള്ളം വന്ന് ഞാറെല്ലാം പോയി. ഞാറുണ്ടായിട്ടില്ല. കുരിശ് കടനാന്ന് ഞാറ് ഒരാളെ കൊണ്ട് തട്ടിട്ട് നട്ടത്. എന്നിട്ട് അത് വെള്ളം കയറിയിട്ട് പോകും. അപ്പൊ അതിന്റെ മുകളിൽ നിന്ന് ഓരോ തിരി വന്നിട്ടാണ് ഇപ്പൊ പച്ചയാണ് അതിന് കിട്ടിയതാണ് ഇപ്പൊ വെറും പച്ചയാണ്. എന്നാലും അത് ആടെ ഇട്ടാൽ എനിക്ക് മുകളിലെത്താൻ കഴിയാത്തോണ്ട് ആ പച്ചയും കഴിഞ്ഞ വർഷത്തിന് നെല്ല് ബാക്കിയുണ്ടോ? ബാക്കിയുണ്ട്. ഞാൻ ആർക്കും കൊടുക്കയില്ല. നിങ്ങളുടെ ആവശ്യത്തിന് കടയിൽ നിന്ന് വാങ്ങിക്കാറുണ്ട്. നിങ്ങളുടെ ആവശ്യത്തിന് മാത്രം കിട്ടും. എത്തൂല കടയിൽ നിന്ന് 2 കിലോ അല്ല റേഷൻ കിട്ടൂല. പിന്നെ അതല്ലേ ഉണ്ടാക്കാം. അപ്പൊ കഴുത്താത്തത് കടയിൽ നിന്ന് വാങ്ങാം. ഇനിയിപ്പോ നിങ്ങൾ ഈ മൂർച്ച കഴിഞ്ഞൂടെ പച്ചക്കറി ചെയ്യോ? പച്ചക്കറിയിൽ ചെയ്യാൻ കഴിയില്ല. ഇത് 2ാം വള എടുക്കുമെങ്കിൽ 2ാം വളയെ ചെയ്യാം. 2 വള എടുക്കുന്ന ശരി. ഇതിപ്പോ 1ാം വള, അടുത്തത് 2ാം പിന്നെ ആരും 2ാം വളക്ക് മെനക്കെടുക്ക കട്ട് ചെയ്യുന്നു. എന്റെ ശല്യം കൊണ്ട് ആരും മൂന്നും തരൂല. അപ്പൊ എന്തായാലും സന്തോഷം രാധേച്ചി കണ്ടതിൽ. നമുക്കിനി ഒരാളെ കൂടി പരിചയപ്പെടാനുണ്ട്. ഇവിടെ കൂടി ഒന്ന് പരിചയപ്പെടാം. എന്റെ പേരുണ്ടായിരുന്നു പ്രജിന. പ്രജിന ഇതിലേക്ക് വന്നിട്ട് കുറെ വർഷമായോ? എന്തൊക്കെയാണ് വിശേഷങ്ങളൊക്കെ പറഞ്ഞു? ഞാൻ ഇതുവരെ ഞാൻ പ്രജിനക്ക് ഇതെല്ലാം അറിയോ? പരിചയമുണ്ടോ? കുറെ വർഷമായോ ഇതിലേക്ക്? ഒന്ന് ശീലമില്ല അല്ല, അറിയാം. അത്യാവശ്യം കണ്ട് പഠിച്ചിട്ടേ പഠിച്ചിട്ട്. നിങ്ങൾ 6 മണിക്ക് പോയതാ? അവരോട് വാങ്ങിക്കുക ചെയ്തു. അതിന് മാത്രം ഞാൻ അവിടെ കിട്ടിയോ കൃഷിയെടുത്തത്? പ്രാവശ്യം പിന്നെ നമ്മൾ 3 അമ്മ വിളിച്ചന്വേഷിച്ചോ? അവര് പിന്നെ മൂരാൻ വന്നിട്ടാണ് ഞാൻ ചോദിച്ചു. പറ്റിന സന്തോഷമാണോ ഇതില്? കൃഷിയും കൊയ്ത്തും കാര്യങ്ങളിലൊക്കെ സന്തോഷം? വീട്ടിൽ നല്ലൊരു സപ്പോർട്ടാണ്. കഴിഞ്ഞ പ്രാവശ്യത്തെ തന്നെയാണ്. പിന്നെ കാലവർഷം കാലവർഷിക്കാതെ ദിവസം മഴയുള്ളത് ബുദ്ധിമുട്ടാണ് അല്ല. ഓക്കെ. അപ്പൊ എന്തായാലും സന്തോഷം പറ്റില്ല. അപ്പൊ നമുക്ക് വീണ്ടും കാണാം. ഓക്കെ. അപ്പോൾ ഇത്രയൊക്കെയാണ് നമ്മുടെ മുയ്യം പ്രദേശത്തിൻ്റെ വിശേഷങ്ങൾ. വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക. തീർച്ചയായിട്ടും നിങ്ങളിത് ഷെയർ ചെയ്യണം. അപ്പോൾ നിങ്ങളുടെ അഭിപ്രായങ്ങൾ, നിങ്ങൾക്ക് ഒരുപാട് അഭിപ്രായങ്ങൾ ഇതുമായി ബന്ധപ്പെട്ട് പറയാനുണ്ടാവും. അപ്പോൾ നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങൾ തീർച്ചയായിട്ടും കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തുക. അപ്പോൾ വീണ്ടും അടുത്ത വീഡിയോ കാണുന്നത് വരെ എല്ലാവർക്കും നന്ദി, നമസ്കാരം.